ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അന്നേരം നമുക്ക് ഒരു ഗോതമ്പൂട്ട് ഉണ്ടാക്കിയാലോ. അന്നേരം നമുക്ക് എത്രത്തോളമാണോ വേണ്ടത് അത്രത്തോളം ഗോതമ്പൊടി നമുക്ക് എടുക്കാം. അത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നല്ലൊരു മണം വരും. അതാണ് അതിൻ്റെ ഒരു കണക്ക്. നമുക്ക് നന്നായിട്ട് അത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അന്നേരം നല്ലൊരു സ്മെല്ല് വരും അതിന്. അന്നേരമാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ നന്നായിട്ട് ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേറൊരു പാത്രത്തോട്ടിടാം. ആവശ്യത്തിന് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് വെള്ളം ഒന്ന് തളിച്ച് കൊടുക്കാം. ഒരുപാട് വെള്ളം എടുക്കരുത്. അന്നേരം ആവശ്യത്തിന് വെള്ളം ഇട്ടപ്പോൾ നമുക്കതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ചൂടാറി കഴിഞ്ഞിട്ടേ നമുക്ക് വെള്ളമൊക്കെ ഒഴിക്കാം, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടങ്ങ് കട്ട കെട്ടിപ്പോകും. അപ്പോൾ അതെല്ലാം റെഡി ആയിട്ടുണ്ട്. അന്നേരം നമുക്ക് മിക്സിയുടെ ചെറിയ ജാറ് എടുത്തിട്ട്, ഞാനിത് ചെറിയ ജാറായിപ്പോൾ എടുക്കണേ. അന്നേരം അതിനകത്തോട്ട് നമുക്ക് അത് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കറക്കിയെടുക്കാം. ഒന്ന് ഓണാക്കി ഓഫാക്കി ഓണാക്കി ഓഫാക്കി ഒരു പ്രസ് ബട്ടൺ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അതിലൊന്ന് പുഷ് ചെയ്ത് കൊടുത്താൽ മതി. അന്നേരം കുറച്ച് അതിനകത്തിട്ടിട്ട് നമുക്ക് അതുപോലൊക്കെ ചെയ്തെടുക്കാം. ഇപ്പം എന്നിട്ട് അതേപോലൊക്കെ ആയിട്ടുണ്ട്. വേറെ ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഉടഞ്ഞു കിട്ടും. ഇപ്പോൾ അതാ റെഡി ആയിട്ടുണ്ട്. അന്നേരം നമുക്ക് ബാക്കിയുള്ളതും കൂടി അതുപോലൊക്കെ എടുക്കാം. ഇതാകുമ്പോൾ നല്ല സോഫ്റ്റായി കിട്ടും. ഒരുപാട് വെള്ളം ആകുമെന്നുള്ളൊരു പേടിയും വേണ്ട. അപ്പം ബാക്കി ഇരുന്നതും അതേപോലൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് അത് ഇനി ആവശ്യത്തിന് തേങ്ങയും ഒക്കെ ഇട്ടിട്ട് നമുക്കിനി അത് ആവിയേറ്റി എടുക്കാം. അപ്പോൾ അതിൻ്റെ ചില്ലൊക്കെ ഇട്ട് ആവശ്യത്തിന് തേങ്ങ ഇട്ടു. പിന്നെ ഇവിടെ പയർ മുളപ്പിച്ച് വെച്ച്, ഇതൊക്കെ ഏറ്റവും നല്ലതാണ്. പയർ മുളപ്പിച്ച് കഴിക്കുന്നത്, പയറ് കടല അങ്ങനെയുള്ള പയർ വർഗ്ഗങ്ങളൊക്കെ മുളപ്പിച്ച് കഴിക്കുന്നതിന് ഏറ്റവും നല്ലത്. ഇത് ഡയറ്റ് ചെയ്യുന്നവർക്കാണെങ്കിലും ഏറ്റവും നല്ലതാണിത്. അന്നേരം നമുക്ക് പിന്നെ കുറച്ച് ഗോതമ്പൊടി നമ്മളെടുത്ത് വെച്ചത് ആ ഒരു മിക്സ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ആ ഒരു പയർ മുളപ്പിച്ചതും ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് നമുക്ക് അത് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് തേങ്ങ ഇടാം. പിന്നെ കുറച്ച് കിളിപ്പിച്ച പയർ ഇടാം. നമുക്കിതിനകത്ത് വേണമെങ്കിൽ ക്യാരറ്റ്, ബീട്രൂട്ട് അങ്ങനെയൊക്കെ ഉള്ളതും ചേർക്കാം. അപ്പം നല്ലൊരു കളർഫുള്ളായിരിക്കും, നല്ലതായിരിക്കും അത്. എൻ്റെ മോൻ അതെടുത്തുകൊണ്ട് പോകുന്നത്. പച്ചക്കാണെങ്കിലും സലാഡ് പോലൊക്കെ നമുക്ക് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ അതൊരു ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. അന്നേരം നമുക്ക് അതൊന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ ആവിയൊക്കെ വന്നൊരു 10 മിനിറ്റ് ആക്കി ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് അന്ന് റെഡിയായി കിട്ടും. അപ്പോൾ നമ്മുടെ ഗോതമ്പൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിതിൻ്റെ കൂടെ പഴമോ കടലക്കറിയോ ചിക്കൻ കറിയോ എന്ത് കൂട്ടി കഴിച്ചാലും നല്ല ടേസ്റ്റാണ്. ഞാനത് മീൻകറി കൂട്ടിയാണ് കഴിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.